നമസ്കാരം. 2026 മെയ് മാസം മേടക്കൂറുകാരുടെ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം അടങ്ങിയ നക്ഷത്രക്കാർക്ക് ചാരവശാൽ ഉണ്ടാവുന്ന ഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ 7.5 ശനി നടക്കുന്ന കാലമാണ്. മാത്രമല്ല വ്യാഴം അതിൻ്റെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗുണകരമല്ലാത്ത ഒരു സമയമാണ്. ഇവർക്ക് ശനി 12-ലും വ്യാഴം 3-ലും ചൊവ്വ 12-ലും ശുക്രൻ 2-ലും രാഹു 11-ലും കേതു 5-ലും രവിയും ബുധനും ജന്മത്തിലുമാണ് ഉള്ളത്. മെയ് മാസത്തിൽ തന്നെ ചില ഗ്രഹമാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. മെയ് 11 കുജൻ മേടത്തിലേക്കും മെയ് 14 ശുക്രൻ മിഥുനത്തിലേക്കും വരികയാണ്. ബുധൻ മെയ് 14 ഇടവത്തിലേക്കും മാറുന്നുണ്ട്. ഈ സമയത്ത് ഇവർക്ക് ധനവരവ് കുറയുവാനും ചെലവ് കൂടുവാനും സാധ്യതയുണ്ട്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. സഹോദര സ്ഥാനത്ത് ഉള്ളവരെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മനസ്സിന് പ്രയാസമുണ്ടാവുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നും വരാം. അധ്വാന കൂടുതലുള്ള ഒരു കാലമാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചില തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാനും സാധ്യതയുണ്ട്. വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനവരവ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് വളരെ അധികം നല്ല സമയമാണ്. പരസ്പര ധാരണയോടെ ഇവർ മുന്നോട്ട് പോകുന്നതും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതുമായ ഒരു കാലമാണ്. അകന്നു നിൽക്കുന്നവർ അടുക്കുവാനും രമ്യതയിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ മെയ് 14 ശേഷം ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ വാദപ്രതിവാദമില്ലാതെ നോക്കേണ്ടതുണ്ട്. വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം വെച്ച് പുലർത്തേണ്ടതും ഉണ്ട്. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ശനി 12-ാം ഭാവത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്ര ഗുണകരമല്ല. സ്ഥാനചലനം ഉണ്ടാകാനും സ്ഥിരതയില്ലാത്ത ജോലി ഉണ്ടാകാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. വ്യാഴമാറ്റത്തോടെ ഇവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ്. നിക്ഷേപം നടത്തുമ്പോഴും പുതിയ സംരംഭം തുടങ്ങുന്നതും ഒക്കെ ജൂൺ 2 ശേഷമാവുന്നതായിരിക്കും നല്ലത്. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, ത്വക്ക് രോഗം, മുറിവ്, ചതവ് ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭിണികൾ വീഴ്ചയുണ്ടാവാതെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പഠന സംബന്ധമായി അനുകൂലമായ സമയമാണ്. ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുവാനും പുതിയ കരിയർ കണ്ടെത്തുവാനും ഒക്കെ ഈ സമയം അനുകൂലമാണ്. ശത്രുവിജയം ഉണ്ടാകുവാനും വാദപ്രതിവാദങ്ങളിൽ വിജയം കൈവരിക്കുവാനും ക്രയവിക്രയ നേട്ടം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനു വേണ്ടി ചെയ്യേണ്ട പ്രതിവിധികൾ: വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് ഇവർ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുകയും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നതാണ്.